നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ IND അപ്ലിക്കേഷൻ എന്നുള്ളത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. 7th സെമസ്റ്റർ B-Pharm ഇൻഡസ്ട്രിയൽ ഫാർമസി യൂണിറ്റ് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. സോ വി വിൽ ഡിസ്കസ് ദ ഡെഫിനിഷൻ ഫസ്റ്റ്. So IND application is an application by which any pharmaceutical company or sponsor or research center can formally request to the regulatory authority of each country to obtain the permission for initiation of clinical trial on human subject and or to ship an experimental drug across the state line, usually for clinical investigation only, after the successful completion of pre-clinical studies or research. അപ്പോൾ നമ്മളൊരു ഡെവലപ്മെന്റൽ പ്രോസസ്സ് അതിന്റെ സ്റ്റേജ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വി ഹാവ് ആൻ ഡിസ്കവറി സ്റ്റേജ്, ഡ്രഗ് ഡിസ്കവറി ആൻഡ് ടാർഗറ്റിംഗ് വാലിഡേഷൻ സ്റ്റേജ്. Then we will have an preclinical testing. Then we will apply for investigational new drug application. Then we will go for clinical studies, and then we will go for NDA filing, and finally FDA review decision, and as well as phase 4 clinical studies. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആദ്യം നമ്മൾ ഒരു ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസുകളൊക്കെ നമ്മൾ നടത്തും. ആ സമയത്താണ് അതിൽ പ്രീ ഫോർമുലേഷൻ സ്റ്റഡി, സോൾബിലിറ്റി, സിന്തസിസ്, ടോക്സിക്കോളജിക്കൽ സ്റ്റഡി, ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു ഫോർമുലേഷൻ സിന്തസിസ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസിൽ, അനിമൽ സ്റ്റഡീസിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള സേഫ്റ്റി ഉണ്ട്, എഫിക്കസി ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ IND അപ്ലിക്കേഷൻ ഏത് കൺട്രി ആണോ ഉള്ളത് ആ കൺട്രിയിലുള്ള റെഗുലേറ്ററി അതോറിറ്റീസിലോട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ US ഇറ്റ് ഈസ് FDA, ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് CDSCO. ഓക്കെ, അപ്പൊ ഈ അതോറിറ്റീസിലോട്ട് നമ്മൾ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. എന്തിനാണ് ഈ അപ്ലിക്കേഷൻ കൊടുക്കുന്നത്? ടു ഇനീഷിയേറ്റ് ദ ക്ലിനിക്കൽ ട്രയൽ ഇൻ ഹ്യൂമൻ സബ്ജക്ട്. ഹ്യൂമൻ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസിൽ ഞങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള സേഫ്റ്റി ആൻഡ് എഫിക്കസി ഡാറ്റ ഞങ്ങളെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുന്ന ആ ഒരു അപ്ലിക്കേഷന് പറയുന്ന പേരാണ് ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ എന്ന് പറയും. ആൻഡ് ദർ ഈസ് അനദർ aim for applying this IND application, that is to provide the data show that is responsible for the beginning of test of new drug on human with the data of safety and efficacy provided in the clinical studies, preclinical studies. അപ്പോൾ preclinical study നടത്തിയ സമയത്ത് അനിമൽസിൽ ഇത് എഫക്റ്റീവ് ആണ്, സേഫ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു എയിമും കൂടി ഈ IND അപ്ലിക്കേഷന് ഉണ്ട്. ഓക്കെ, we can define IND application as a vehicle through which sponsor advances to the next stage of drug development, which is known as clinical trial. ഒരു ഡ്രഗ് ഡെവലപ്മെന്റൽ പ്രോസസ്സിൽ പ്രീ ക്ലിനിക്കൽ ഡ്രഗ് ഡിസ്കവറി കഴിഞ്ഞു, പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് കഴിഞ്ഞു, ഇനി അടുത്ത ഒരു സ്റ്റേജിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിലുള്ള ചെറിയൊരു ഗ്യാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ ആയിട്ട് നമുക്ക് ഈ IND അപ്ലിക്കേഷനെ കൺസിഡർ ചെയ്യാം. ബിക്കോസ് ആഫ്റ്റർ ഗെറ്റിംഗ് ദ approval for IND, investigational new drug application, only we can proceed to the clinical trial. Then IND application is the mean through which the sponsor technically obtain this exception from the FDA to start the medicine in clinical setup. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഡ്രഗ് ക്ലിനിക്കലായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും NDA അപ്ലിക്കേഷൻ കിട്ടേണ്ടതുണ്ട്, ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ, ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ക്ലിനിക്കൽ സ്റ്റഡീസ്. സോ ഈ ഒരു IND അപ്ലിക്കേഷൻ സാധാരണഗതിയിൽ ഒരു എക്സെപ്ഷൻ ആണ്. നമുക്ക് ക്ലിനിക്കലായിട്ട് ഈ ഡ്രഗ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനുള്ള ഒരു എക്സെപ്ഷൻ ആയിട്ടാണ് നമ്മൾ സാധാരണ ഈ IND അപ്ലിക്കേഷനെ കാണുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ സ്റ്റേജസുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. എന്തിനാണ് ഓർത്തു വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ എവിടെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു
ഏർലി ഡ്രഗ് ഡിസ്കവറി സ്റ്റേജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് നടത്തും. പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് നടത്തിയതിന് ശേഷമാണ് നമ്മൾ IND അപ്ലിക്കേഷന് സബ്മിറ്റ് ചെയ്യുക വിത്ത് ഡാറ്റ. IND അപ്ലിക്കേഷനിൽ സേഫ്റ്റി ആൻഡ് എഫിക്കസി ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡാറ്റ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ. Now, another some terms which is used along with the IND. അപ്പോൾ ഈ ഒരു ടേം നമ്മൾ മനസ്സിലാക്കി വെക്കുക. എന്താണ് ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ, എന്താണ് ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ, എന്താണ് AND, എന്താണ് BLA എന്നുള്ള ടേംസുകളൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇതുമായിട്ട് സിമിലർ ആയിട്ട് വരുന്ന ടേംസുകൾ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ മെൻഷൻ ചെയ്തു എന്ന് മാത്രം. ഓക്കെ. No, what are the content to be included in an IND application? ഒരു IND application കൊടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡാറ്റാസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. First of all, we have to give the data of animal studies as well as toxicity study which is performed in preclinical research. പ്രീക്ലിനിക്കൽ സ്റ്റഡീസിൽ നമ്മൾ നടത്തിയിട്ടുള്ള അനിമൽ ഡാറ്റ എന്തൊക്കെയാണ്, ടോക്സിസിറ്റി ഡാറ്റാസുകൾ എന്തൊക്കെയാണ്, ഈ ഡാറ്റകളാണ് ആദ്യം കൊടുക്കേണ്ടത്. രണ്ടാമതായിട്ട് ദ മാനുഫാക്ചറിങ് ഇൻഫോർമേഷൻസ് ലൈക്ക് ഹൂ ഈസ് മാനുഫാക്ചറിങ് ആൻഡ് what are the different procedure used for the manufacturing or drug discovery, അതിൽ ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മാനുഫാക്ചറിങ് ഇൻഫോർമേഷൻസിൽ വരുന്നത്. Now we are going to apply for a clinical trial, right? അപ്പോൾ ഒരു ക്ലിനിക്കൽ ട്രയൽ നടത്തണമെന്നുണ്ടെങ്കിൽ ആ ക്ലിനിക്കൽ ട്രയൽ നടത്താനുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ടാവും. ക്ലിനിക്കൽ പ്രോട്ടോകോൾ എന്ന് പറയും. എത്ര വളണ്ടിയേഴ്സ് വേണം, ഏത് രീതിയിലാണ് സാമ്പിൾ എടുക്കുന്നത്, ഏത് രീതിയിൽ റാൻഡമൈസേഷൻ ആണ് നടത്തുന്നത്, ഇങ്ങനെ കുറെ ഡാറ്റാസുകൾ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ നമ്മളുടെ പ്ലാൻ എന്താണ്, സ്റ്റഡി പ്ലാൻ എന്താണ് എന്നുള്ള കാര്യമാണ് ക്ലിനിക്കൽ പ്രോട്ടോകോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Now, if there is any prior human research data from same organization for the same kind of drug or related drugs, we have to submit that also. So, similar ആയിട്ടുള്ള ഏതെങ്കിലും ഡ്രഗ്സുകളൊക്കെ യൂസ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്ത സമയത്ത് ഏതെങ്കിലും പ്രിയർ ആയിട്ടുള്ള ഹ്യൂമൻ റിസർച്ചുകളൊക്കെ ഈ ഫേം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റാസുകൾ കൊടുക്കണം. Then information about the investigator. Manufacturer is the maybe the owner or sponsor, but the investigator is the one who is performing the clinical study. അപ്പോൾ ചിലപ്പോൾ ഒരു ക്ലിനിക്കൽ സെറ്റപ്പിൽ വെച്ചിട്ടായിരിക്കും ഒരു ക്ലിനിക്കൽ ഫാർമക്കോളജിസ്റ്റിന്റെ അണ്ടറിലായിരിക്കും ഒരു ഈ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടാവുക. അപ്പൊ ആരാണ് ഈ പറയുന്ന ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ആൾക്കാർ, അവരുടെ ഡാറ്റകൾ കൊടുക്കണം. ആൻഡ് സം ഇഫ് ദർ ഈസ് എനി അഡീഷണൽ ഡാറ്റാസ്, ആരാണ് വളണ്ടിയേഴ്സിന്റെ പേരും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയാണ് ഡ്യൂറേഷൻ വരുന്നത്, എത്ര സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, പ്ലാൻ ഓഫ് ആക്ഷൻ എന്താണ്, ഇങ്ങനെയുള്ള ഡാറ്റാസുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ IND അപ്ലിക്കേഷന്റെ കൂടെ സബ്മിറ്റ് ചെയ്യാം. So these are the different data to be submitted for an IND application. Now, after the IND application, IND നമ്മൾ കൊടുക്കുന്ന സമയത്ത് the respective regulatory authorities will review all the data. If they satisfied, they will grant the sponsor to begin the clinical trial. Clinical trial സ്റ്റാർട്ട് ചെയ്യാനുള്ള ഡാറ്റ നമുക്ക് കിട്ടുക യൂഷ്വലി 30 to 60 days, ഓൾമോസ്റ്റ് 2 months ഒക്കെ എടുക്കുന്ന ഒരു റിവ്യൂ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്കൊരു ക്ലിനിക്കൽ ട്രയൽ നടത്താനുള്ള FDA അല്ലെങ്കിൽ CDSCO ഫ്രം ഇന്ത്യ ഇവരുടെ ഡാറ്റാസുകൾ അവരുടെ അപ്രൂവൽ നമുക്ക് കിട്ടുക ക്ലിനിക്കൽ ട്രയൽ സെറ്റപ്പിൽ നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ. Now, IND application can be classified into mainly two type, അല്ലെങ്കിൽ രണ്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഒരു കൊമേഴ്ഷ്യൽ ആൻഡ് റിസർച്ച് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ അതിന്റെ നീഡിനനുസരിച്ച് വേറൊരു ക്ലാസിഫിക്കേഷനും നമുക്ക് ക്ലാസിഫൈ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ കൊമേഴ്ഷ്യലൈസേഷൻ ഓർ ഫോർ ദ റിസർച്ച്. ഇപ്പോൾ ഈ ദ കൊമേഴ്ഷ്യൽ IND അപ്ലിക്കേഷൻ പേര് തന്നെ വളരെ ക്ലിയർ ആണ്. ഈ ഒരു IND അപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നത് ഒരു മാനുഫാക്ചറർ അല്ലെങ്കിൽ സ്പോൺസർ ആയിരിക്കും. It will permit the sponsor to collect the data on clinical safety and efficacy needed for the application of marketing in the form of NDA. ഒരു ഡ്രഗ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് അത് മാർക്കറ്റിലോട്ട് എത്തിക്കുക, അതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് IND അപ്ലിക്കേഷൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കൊമേഴ്ഷ്യൽ IND അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. Now, there are some other firms, maybe some research institute, they do not have any plan to market the product. അവർക്കത് ഒരു മാർക്കറ്റിലോട്ട് എത്തിക്കുക എന്നുള്ള ഒരു പ്ലാൻ ഒന്നും അപ്പം ഉണ്ടായിക്കൊള്ളുന്നില്ല.
they maybe have some research studies or funded projects അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങളായിരിക്കും നടന്നുകൊണ്ടിരിക്കുക. സോ അവർ അപ്ലിക്കേഷൻ കൊടുക്കുന്നതിനാണ് നമ്മൾ സാധാരണ റിസർച്ച് അല്ലെങ്കിൽ നോൺ കൊമേഴ്ഷ്യൽ IND അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ പെർമിറ്റ് ദ സ്പോൺസർ ടു യൂസ് ദ ഡ്രഗ് ഇൻ റിസർച്ച് ടു ഒബ്റ്റെയിൻ അഡ്വാൻസ്ഡ് സയന്റിഫിക് നോളജ് ഓഫ് ന്യൂ ഡ്രഗ്. ദർ ഇസ് നോ പ്ലാൻ ടു മാർക്കറ്റ് ദിസ് കൈൻഡ് ഓഫ് പ്രോഡക്റ്റ്. അങ്ങനെയുള്ള അപ്ലിക്കേഷൻ പറയുന്ന പേരാണ് റിസർച്ച് അല്ലെങ്കിൽ നോൺ കൊമേഴ്ഷ്യൽ IND application എന്ന് പറയും. Now, based on the need of an IND application, it is again divided into different types like investigator IND application, emergency use IND application, treatment IND application, screening IND application. So let's see one by one. First one is investigator IND application. So as the name indicates, this application will be submitted by a physician who will both initiate and conduct the investigation. അപ്പൊ ആരാണോ ക്ലിനിക്കൽ ട്രയൽ നടത്തുന്നത് ആ ക്ലിനിക്കൽ ട്രയൽ നടത്തുന്ന സ്ഥലത്തുള്ള ഫിസിഷ്യൻ സബ്മിറ്റ് ചെയ്യുന്ന IND അപ്ലിക്കേഷനാണ് ഇൻവെസ്റ്റിഗേറ്റർ IND അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈ ആളുടെ അണ്ടർ സൂപ്പർവിഷനിലായി ക്ലോസ് അണ്ടർ സൂപ്പർവിഷനിലായിരിക്കും ഈ ഇൻവെസ്റ്റിഗേഷണൽ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതും ഡിസ്പെൻസ് ചെയ്യുന്നതും അതിന്റെ ഡാറ്റ കളക്ട് ചെയ്യുന്നതൊക്കെ ഈ ഫിസിഷ്യന്റെ അണ്ടറിലായിരിക്കും. സോ അങ്ങനെയുള്ള ഒരു അപ്ലിക്കേഷന് പറയുന്ന പേരാണ് ഇൻവെസ്റ്റിഗേറ്റർ IND അപ്ലിക്കേഷൻ. സോ ദിസ് ഈസ് മെയിൻലി അപ്ലൈഡ് ഫോർ ദ പർപ്പസ് ഓഫ് സ്റ്റഡിയിങ് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ഡ്രഗ് ലൈക്ക് ആൻ അൺഅപ്രൂവ്ഡ് ഡ്രഗ്, ഇതുവരെ മാർക്കറ്റിൽ അപ്രൂവ് ചെയ്യാത്ത ഒരു ഡ്രഗിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ടായിരിക്കാം. ഓർ ഇറ്റ് മേ ബി വൺ അപ്രൂവ്ഡ് ഡ്രഗ് ഫോർ എ ന്യൂ ഇൻഡിക്കേഷൻ. മാർക്കറ്റിൽ ഓൾറെഡി അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഡ്രഗ് ആണ്, പക്ഷെ ആ അപ്രൂവ് ചെയ്തിട്ടുള്ള പർപ്പസിനല്ലാതെ വേറൊരു പർപ്പസ് ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ സ്റ്റഡീസ് നടത്താൻ വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റിഗേറ്റർ അപ്ലിക്കേഷൻ കൊടുക്കാം. ഓർ അപ്രൂവ്ഡ് ഡ്രഗ് ഫോർ എ ന്യൂ പോപ്പുലേഷൻ. സോ മാർക്കറ്റിൽ ഒരു അപ്രൂവ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ട്, അത് ഒരു കാറ്റഗറി ഓഫ് പോപ്പുലേഷനെയാണ് അത് യൂസ് ചെയ്യുന്നത്. മേ ബി ഫോർ പീഡിയാട്രീഷ്യൻ ഓർ പീഡിയാട്രിക്സ് പേഷ്യൻസ് ഓർ മേ ബി ജെറിയാട്രിക് പേഷ്യൻസ്. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാറ്റഗറി ഓഫ് പോപ്പുലേഷന് മാത്രം ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പോപ്പുലേഷൻ മാറ്റിയിട്ട് വേറൊരു പോപ്പുലേഷനിൽ ആ ഡ്രഗിന്റെ എഫക്റ്റ് എന്താണ് എന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന ഇൻവെസ്റ്റിഗേറ്റർ IND അപ്ലിക്കേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ഈസ് എമർജൻസി യൂസ് IND അപ്ലിക്കേഷൻ. സോ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്, ഒരു എമർജൻസി സിറ്റുവേഷനിൽ അപ്രൂവ് ചെയ്യാത്ത ഒരു ഡ്രഗ് ക്ലിനിക്കൽ ട്രയലിന് യൂസ് ചെയ്യാൻ വേണ്ടി. സോ ഈ കൈൻഡ് ഓഫ് എമർജൻസി IND അപ്ലിക്കേഷൻ ഒക്കെ ആയിരിക്കും നമുക്ക് സാധാരണഗതി കഴിഞ്ഞ വർഷം കൊറോണ വാക്സിൻസുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സംഭവിച്ചിട്ടുണ്ടാവുക. ഒരു എമർജൻസി യൂസിന് വേണ്ടിയിട്ട് പെട്ടെന്ന് അപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്തിട്ടുണ്ടാവും, എന്നിട്ട് ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്ത് വളരെ ഫാസ്റ്റ് ആയിരുന്നു ആ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ this application will allow FDA to authorize the use of an experimental drug in an emergency situation that does not allow for the submission of IND application. നോർമൽ ആയിട്ട് ഒരു IND അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ അലോ ചെയ്യാത്ത ഒരു ഡ്രഗ് ആണെങ്കിൽ പോലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊടുക്കുന്ന ഒരു IND അപ്ലിക്കേഷനെയാണ് എമർജൻസി യൂസ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. It is also used for the patient who do not meet the criteria for an existing study protocol. If approved study protocol does not exist, ഇങ്ങനെയുള്ള കേസിലൊക്കെയാണ് സാധാരണഗതിയിൽ എമർജൻസി യൂസ് IND അപ്ലിക്കേഷൻസുകൾ അപ്ലൈ ചെയ്യുന്നതും അതിന് അപ്രൂവൽ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ട്രീറ്റ്മെന്റ് IND അപ്ലിക്കേഷൻ. സോ ദിസ് ഈസ് സബ്മിറ്റഡ് ഫോർ an experimental drug showing promising clinical testing for a serious immediate life-threatening condition while the final clinical work is conducted and FDA review take place. സാധാരണഗതിയിൽ നമ്മൾ NDA അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വൺ ഇയറിന്റെ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു 1 ഇയർ ടൈം ഉണ്ട് FDA റിവ്യൂ നടക്കാനും അതിന്റെ അപ്രൂവൽ കിട്ടാനും ഒക്കെ. ഇപ്പോൾ ഓൾറെഡി അതിന്റെ ഒരു ക്ലിനിക്കൽ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ക്ലിനിക്കൽ ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് അതിന്റെ ഫൈനൽ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ FDA റിവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സമയത്ത് ഒരു സീരിയസ് ആയിട്ടുള്ള ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻസിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം, ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ആ ഒരു എക്സ്പെരിമെന്റൽ ഡ്രഗിന് ഒരു അപ്രൂവൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന അപ്ലിക്കേഷൻ ആണ് ട്രീറ്റ്മെന്റ് IND അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഡ്രഗ്
A drug that is not approved for marketing may be under the clinical investigation for serious or immediate life-threatening disease condition in patient who no comparable or satisfactory alternative drug or other therapies available. സോ ഈ ഒരു അപ്ലിക്കേഷൻ അപ്രൂവ് ആവണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷന് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻ മാർക്കറ്റിൽ ഇല്ല എങ്കിൽ മാത്രമേ അത് ഒരു ക്ലിനിക്കൽ ട്രയലിന് ഒരു ട്രീറ്റ്മെന്റ് IND അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല ഒരു സിവിയർ ത്രെറ്റനിങ് കണ്ടീഷൻ ഒക്കെയാണ് അതിന് പക്ഷെ യൂസ് ചെയ്യാൻ മാർക്കറ്റിൽ വേറെ ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ട് എങ്കിൽ ഈ ഒരു അപ്ലിക്കേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാനോ ഇനി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് അപ്രൂവ് ചെയ്യാനോ അപ്രൂവ് ചെയ്യുകയോ ഇല്ല. അങ്ങനെയുള്ള ഒരു IND അപ്ലിക്കേഷനാണ് ട്രീറ്റ്മെന്റ് IND അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷനിലുള്ള ഒരു ക്രൈറ്റീരിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ phase 2 സ്റ്റഡി കഴിഞ്ഞിട്ടുള്ള ഡ്രഗ്സുകൾ മാത്രമേ യൂഷ്വലി ഇതിനു വേണ്ടിയിട്ട് നമുക്ക് പെർമിറ്റ് ചെയ്യാറുള്ളൂ. ഈ ലൈഫ് ത്രെറ്റനിങ് ഡിസീസസിനൊക്കെ ഒരു ക്ലിനിക്കൽ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുന്ന ഡ്രഗ് അപ്രൂവൽ കൊടുക്കുക എന്ന് പറയുന്നത് ക്ലിനിക്കൽ ട്രയലിൽ phase 1 phase 2 കംപ്ലീറ്റ് ചെയ്ത് phase 3 നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രഗിന് മാത്രമേ യൂഷ്വലി അങ്ങനെ അപ്ലിക്കേഷൻ അപ്രൂവൽ കൊടുക്കാറുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ലാസ്റ്റ് വൺ is screening IND application. So a manufacturer is manufactured or researched formulated different kind of similar products. ഇതിനെല്ലാത്തിനും കൂടി ഒരുമിച്ച് ഒരു IND അപ്ലിക്കേഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ സ്ക്രീനിങ് IND അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. It is filed for multiple closely related compound in order to screen the preferred compound or formulation. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു റിസർച്ചറെ സംബന്ധിച്ചോളം അവർ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റിനെയും എത്രയും പെട്ടെന്ന് അത് രജിസ്റ്റർ ചെയ്യിക്കുക അല്ലെങ്കിൽ അത് ഫയൽ ചെയ്യിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചോളം ഇമ്പോർട്ടന്റ് ആണ്. അവർ ഫയൽ ചെയ്യാൻ ലേറ്റ് ആവുന്ന സമയത്ത് ഇവരെ മുന്നേ വേറെ ആരെങ്കിലും അത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ അപ്രൂവൽ ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട് എന്നുള്ള രീതിയിൽ ആദ്യം ആരാണോ അപ്ലൈ ചെയ്ത് അവർക്കായിരിക്കും അതിന് അപ്ലിക്കേഷൻ കിട്ടുക, അപ്രൂവ് ആവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്ലോസ്ലി റിലേറ്റഡ് പ്രൊഡക്റ്റ് എന്നൊരു പ്രിഫേർഡ് കോമ്പൗണ്ട് ഐസൊലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സമയം കിട്ടാതിരിക്കുന്ന സമയത്ത് ഈ മൾട്ടിപ്പിൾ ക്ലോസ്ലി റിലേറ്റഡ് കോമ്പൗണ്ടിന് ഒരുമിച്ച് IND അപ്ലിക്കേഷൻ കൊടുക്കുന്നതിനെയാണ് സ്ക്രീനിങ് IND അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്രിഫേർഡ് കോമ്പൗണ്ട് ക്യാൻ ബി ഡെവലപ്ഡ് അണ്ടർ സെപ്പറേറ്റ് IND. നമ്മളൊരു ഈ പറഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഒരു പ്രിഫേർഡ് കോമ്പൗണ്ട് പിന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മാത്രമായിട്ട് നമ്മൾ സെപ്പറേറ്റ് IND അപ്ലിക്കേഷൻ വേറെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. യൂഷ്വലി ദിസ് വിൽ ബി അപ്ലിക്കബിൾ ഫോർ ഡിഫറെന്റ് സാൾട്ട് ഓർ എസ്റ്റർ ഡെറിവേറ്റീവ്സ് ഓഫ് ദ സെയിം ഡ്രഗ്സ്. പല ഡ്രഗ്സുകളും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ലൊസാർട്ടാൻ പൊട്ടാസ്യം, ലൊസാർട്ടാൻ സോഡിയം, ഇതൊക്കെ ഡിഫറെന്റ് സാൾട്ട് ഓഫ് സെയിം ഡ്രഗ് ആണ് അല്ലെ. അപ്പോ ഈ സോഡിയം ആണോ പൊട്ടാസ്യം ആണോ നല്ലത് എന്ന് നമ്മൾ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ, അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിന് രണ്ടിനും കൂടി ഒരുമിച്ച് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുകയാണ് സ്ക്രീനിങ് IND അപ്ലിക്കേഷന്റെ സമയത്ത്. കുറച്ച് കഴിയുന്ന സമയത്ത് നമുക്കൊരു ഡാറ്റ കിട്ടും, പൊട്ടാസ്യം ലൊസാർട്ടൻ പൊട്ടാസ്യം ആണ് മോർ എഫക്റ്റീവ് ദാൻ സോഡിയം ലൊസാർട്ടൻ സോഡിയം എന്നൊക്കെ ഒരു റിസൾട്ട് കിട്ടാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ലൊസാർട്ടൻ പൊട്ടാസ്യത്തിന് സെപ്പറേറ്റ് ആയിട്ട് IND അപ്ലിക്കേഷൻ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ഇതൊക്കെ ഓൾറെഡി മാർക്കറ്റിലുള്ള ഡ്രഗ്സ് ആണ്, അതിലൊന്നും IND അപ്ലിക്കേഷൻ ആവശ്യം വരില്ല, അല്ലെങ്കിൽ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല, ഓൾറെഡി അപ്രൂവൽ ആയിട്ടുള്ള ഡ്രഗ് ആണ്. അതുപോലെ അപ്രൂവ് ആവാത്ത ഡ്രഗിന്റെ പല എസ്റ്റർ കോമ്പിനേഷൻസുകളോ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സാൾട്ട് ഫോമിനെയൊക്കെ ഒരുമിച്ച് അപ്ലിക്കേഷൻ കൊടുക്കുന്നതിനാണ് സ്ക്രീനിങ് IND അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. നൗ ഫൈനലി ദ റിവ്യൂ. അപ്പൊ നമ്മൾ ഇതിൽ IND അപ്ലിക്കേഷനിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്, എന്താണ് IND അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു, എന്തൊക്കെ ഡാറ്റാസുകളാണ് IND അപ്ലിക്കേഷൻസിൽ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് IND അപ്ലിക്കേഷൻസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഒരു IND അപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 30 to 60 days ആണ് അതിന് റിവ്യൂ ടൈം എടുക്കുക. 2 മാസം കൊണ്ടാണ് നമുക്ക് അപ്രൂവൽ കിട്ടുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സമയത്ത് യൂഷ്വലി FDA അല്ലെങ്കിൽ CDSCO പോലെയുള്ള റെഗുലേറ്ററി അതോറിറ്റി ദേ വിൽ എൻഷുർ ദ സേഫ്റ്റി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തും. കാരണം ക്ലിനിക്കൽ ട്രയലിൽ അനിമൽ സ്റ്റഡീസിൽ ഉണ്ടായിരിക്കുന്ന ഡാറ്റ ഹ്യൂമൻസിൽ യൂസ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഹ്യൂമനിൽ യൂസ് ചെയ്യാൻ പോകുന്ന സ്ഥിതിക്ക് ഹ്യൂമനിൽ അത് സേഫ് ആണെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് റീസണബിൾ ആയിട്ടുള്ള റിസ്ക് ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിൽ ഇവാലുവേറ്റ് ചെയ്യും. ലൈക്ക് മെഡിക്കൽ റിവ്യൂ, ദെൻ കെമിസ്ട്രി റിവ്യൂ, ഫാർമക്കോളജിക്കൽ ആൻഡ് ടോക്സിക്കോളജിക്കൽ റിവ്യൂ, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആൻഡ് സേഫ്റ്റി റിവ്യൂ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും റിവ്യൂ ചെയ്യും. സോ ദിസ് ഈസ് ആൻ ഫ്ലോ ചാർട്ട് ഓഫ് application and review of IND application. So
the applicant, like a drug sponsor, will be applied for IND, investigational new drug application apply ചെയ്യും. So it will be reviewed by CDER, the Center for Drug Evaluation and Research, which is a division of FDA. FDAന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവരുടെ സെപ്പറേറ്റ് ഒരു ഡിവിഷൻ ആണ് CDER എന്ന് പറയുന്ന സെന്റർ ഫോർ ഡ്രഗ് ഇവാലുവേഷൻ ആൻഡ് റിസർച്ച്. So they will review for medical review, chemistry review, pharmacological or toxicological review, and all the together ഈ പറയുന്ന ഡാറ്റ എല്ലാം ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ യൂസ് ചെയ്തിട്ട് ഇഫ് യു ആർ യൂസിങ് ഫോർ എ ലാർജ് പോപ്പുലേഷൻ ദിസ് ക്യാൻ ബി അപ്ലൈഡ് എന്നുള്ള രീതിയിൽ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഒരു കോറിലേഷൻ പറഞ്ഞിട്ടുണ്ടാവും. ആ സ്റ്റാറ്റിസ്റ്റിക്കൽ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് എന്നുള്ളത് റിവ്യൂ ചെയ്യുന്ന സമയത്ത് they will get an idea about the safety. So they will review, finally they will review for the safety. So while reviewing the safety, they will check for the safety acceptable for the study to proceed or not. Preclinical studiesൽ കിട്ടിയിട്ടുള്ള സേഫ്റ്റി ഡാറ്റ അനിമൽ സ്റ്റഡീസിലോട്ട് പ്രൊസീഡ് ചെയ്യാൻ സേഫ് ആണോ അല്ലേ എന്നുള്ളത് റിവ്യൂ ചെയ്യുന്ന സമയത്ത് there are two chances, either it will be yes or no. If it is no, we have to hold the clinical decision. ക്ലിനിക്കൽ ട്രയൽ നടത്താനുള്ള ഡിസിഷൻ നമ്മൾ ഹോൾഡ് ചെയ്യും. അത് സെയിം നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അത് രണ്ട് റീസൺ കൊണ്ടായിരിക്കും ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുക. ഒന്നില്ലെങ്കിൽ റിവ്യൂ കംപ്ലീറ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ അതിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ഡാറ്റ ഹോൾഡ് ചെയ്യാനുള്ള ഡാറ്റ സഫീഷ്യന്റ് ആയിട്ടുള്ള ഡാറ്റ ഇല്ലാത്തതിന്റെ പേരിലാണെങ്കിൽ വീണ്ടും അത് ഹോൾഡ് ചെയ്യും. ഡാറ്റ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് സ്പോൺസറെ നോട്ടിഫൈ ചെയ്യും. സ്പോൺസറെ നോട്ടിഫൈ ചെയ്യുന്ന സമയത്ത് സ്പോൺസർ അഗെയിൻ ഹാവ് ടു സബ്മിറ്റ് ന്യൂ ഡാറ്റ ആൻഡ് അഗെയിൻ ഇറ്റ് ഹാവ്സ് ടു ഗോ ഫോർ സേഫ്റ്റി റിവ്യൂ. സോ വൺസ് ദ ക്ലിനിക്കൽ ഡെസിഷൻ അങ്ങനെ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ റിവ്യൂ കംപ്ലീറ്റ് ചെയ്യും. റിവ്യൂ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ നമ്മൾ അത് റിവ്യൂ കംപ്ലീറ്റ് ആണോ അക്സെപ്റ്റബിൾ ആണോ എന്ന് വീണ്ടും അത് റിവ്യൂ ചെയ്യും. റിവ്യൂ ചെയ്യുന്ന സമയത്ത് എസ് ആണ്, നോ ഡെഫിഷ്യൻസി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റഡി പ്രൊസീഡ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടും. അതായത് ക്ലിനിക്കൽ സ്റ്റഡി പ്രൊസീഡ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടും. ഇഫ് ഇറ്റ് ഈസ് നോ, അഗെയിൻ വി ഹാവ് ടു നോട്ടിഫൈ ദ സ്പോൺസർ ആൻഡ് വി ഹാവ് ടു റെക്ടിഫൈ ദ ഡെഫിഷ്യൻസി. അപ്പോൾ ഡെഫിഷ്യൻസി റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് റെക്ടിഫൈ ചെയ്തതിന് ശേഷം സ്റ്റഡി പ്രൊസീഡ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടും. അങ്ങനെ ഫർദർ ആയിട്ടുള്ള സ്റ്റഡി നമുക്ക് നടത്താൻ പറ്റും. സോ ദിസ് ഈസ് ദ പ്രൊസീജിയർ ഫോർ review and report of IND application. So that's all about the investigational new drug application. അപ്പോൾ investigational new drug applicationന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഇതൊരു 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് investigational new drug application എന്ന് പറയുന്നത്. So as a definition, it is an application submitted by the pharmaceutical company to the regulatory authority to initiate or to obtain the permission for the initiation of clinical trial in human subject after successful completion of preclinical studies. Okay, preclinical studies ന്റെ ഡാറ്റ സേഫ് ആണ്, എഫിക്കസ് ആണ് എന്ന് തെളിയിച്ചതിന് ശേഷം ഒരു ഡ്രഗ് മാനുഫാക്ചറർ അല്ലെങ്കിൽ കമ്പനി അല്ലെങ്കിൽ സ്പോൺസർ റെഗുലേറ്ററി അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്യുന്ന ഒരു അപ്ലിക്കേഷൻ ആണ് ടു ഗെറ്റ് പെർമിഷൻ ടു ഇനീഷ്യേറ്റ് ദ ക്ലിനിക്കൽ ട്രയൽ. അതിനെയാണ് ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സ്റ്റേജ് പറയുന്നത് പ്രീ ക്ലിനിക്കൽ സ്റ്റഡി കഴിഞ്ഞതിന് ശേഷമാണ്. ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടാണ് IND അപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കേണ്ടത്. അതിന് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഡാറ്റാസ് എന്ന് പറയുന്നത് അനിമൽ ഡാറ്റ, മാനുഫാക്ചറിംഗ് ഇൻഫർമേഷൻ, ക്ലിനിക്കൽ പ്രോട്ടോകോൾ, ഡാറ്റ ഫ്രം prior human research, information about the investigators and additional data, and finally it will take 30 to 60 days for the approval. And there are different type of classification of IND application: commercial and research type of IND application, and investigator IND application, emergency use IND application, treatment IND application, and screening IND application, and finally the review process of IND application. Okay, so that's all about the IND application or investigational new drug application. ഇത് ഒരു 5 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ രീതിയിൽ ഇത്രയും ഡാറ്റാസുകൾ നമ്മൾ ഇതിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചു വെക്കണം. ഓക്കെ,